പലരും പറയും ഉസ്താദേ അത് ചെറിയ സൂറത്താണ്, എനിക്ക് ഖുൽഹുവല്ല മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറയുന്ന മുസ്ലിമേ, ആ സൂറത്തിന്റെ വില നിനക്കറിയാനെത്താട്, ആ സൂറത്തിന്റെ മഹത്വം നിനക്കറിയാനെത്താട്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറയാ. അല്ലാഹുവേ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? വാപ്പമാരും ഉമ്മമാരും കേട്ടോ, ഖുർആൻ ഓതാൻ അറിയാത്ത, ഈ സൂറത്ത് മാത്രം അറിയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സൂറത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു തരികയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തുമഹാ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആദ്യം മുതൽ അവസാനം വരെ 10 പ്രാവശ്യം ഓതിയാൽ, 10 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യർ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ തരുന്ന പ്രതിഫലം നല്ലതുപോലെ കേൾക്കൂ. ഉറങ്ങുന്ന ഉമ്മ ഉണർന്നിരുന്ന് കേൾക്കൂ. ഉറക്കം നടിക്കല്ലേ ബാബാ, നിനക്കല്ല തരുന്ന പ്രതിഫലം എന്താണ്? ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ആ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, അല്ലാഹുവേ 2 വരിയല്ലേ ഉള്ളൂ, 2 വരിയല്ലേ ഉള്ളൂ. ഈ സൂറത്ത് ആരെങ്കിലും 10 പ്രാവശ്യം ഓതിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. എരുമേലിയിലെ പെങ്ങള്, നിനക്കല്ലാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമ്മ, നിനക്കല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുകയാ. ആ ചെറിയ സൂറത്തിന്റെ പ്രതിഫലമാ, ആ ചെറിയ സൂറത്തിന്റെ പ്രതിഫലമാ. അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു വീടാണ് പണിയുന്നത്. അത് മാത്രമല്ല, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, മൻ ഖറഅ കുല്ല യൗമിൻ 100 മറ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഒരു ദിവസം 100 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാൽ ഇതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിങ്ങൾക്ക് ഇതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിങ്ങളാരെങ്കിലും നാളത്തെ ദിവസം അല്ലാഹുവേ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ 10-15 മിനിറ്റ് മതി ഒരു തസ്ബീഹ് എടുത്ത് കയ്യിൽ വെച്ചിട്ട്